എങ്ങനെയുണ്ട് പടം? പടം നൈസാ ബ്രോ. ഒരു വളരെ സിമ്പിൾ ക്യൂട്ട് കോമഡി ത്രില്ലർ. എന്താ പറയുക, എനിക്ക് ഹിസ്റ്ററിയിലൊരു മിസ്റ്ററി പറയുന്നൊരു കഥയാണ്. ഫസ്റ്റ് ഹാഫ് എനിക്ക് കണ്ടപ്പോൾ എവിടേക്കോ അടികപ്പിയായി കുട്ടമണി വൈബ് ഫീൽ ചെയ്തു. സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ എനിക്ക് സെക്കൻഡ് ഹാഫ് കുറച്ച് നല്ല എൻഗേജ് ചെയ്തു. രസമുണ്ടായിരുന്നു. എന്താ പറയുക, അനശ്വര, അർജുന അശോകൻ, പിന്നെ നമ്മുടെ ബാലോഗീസ്, ഇവരുടെ കോമ്പിനേഷൻ നന്നായി ഓർമ്മയുണ്ടായിരുന്നു. അജോഗീസ് അല്ല, നമ്മുടെ ഈ പറഞ്ഞ അർജുന അശോകൻ എന്നോടെയാണ് പടത്തിൻ്റെ ആ ഒരു ടോൺ അല്ലെങ്കിൽ ഒരു പീസ് മാറും. രസമുണ്ടായിരുന്നു. ക്ലൈമാക്സ് അത്യാവശ്യം നല്ല ട്വിസ്റ്റ് കൊണ്ട് നിരാശപ്പെടുത്തില്ല. ഇതൊക്കെ വന്നൊരു ഫാമിലി കുറച്ച് എൻജോയ് കാണാൻ വേണ്ടി പോവുകയാണ്. അർജുന അശോകനെ ഇങ്ങനെ കണ്ടിരിക്കാൻ ഒരു രസമുണ്ട് അല്ലേ? രസമുണ്ട്. ആ ഒരു കള്ളൻ്റെ ക്യാരക്ടർ അല്ലെങ്കിൽ പുണ്യാളുടെ ക്യാരക്ടർ എന്തായാലും രസമുണ്ട്. ഈ കള്ളനായാലും പുണ്യാളനായാലും ആ ഒരു ഫേസ് ചെയ്ത് നോക്കുമ്പോൾ ഓക്കെയാണ് പുള്ളി അല്ലേ? രണ്ടും മാച്ചിക്കാണ്. ബാക്കി സ്പോയിലർ നടന്നു പറയുന്നത്. അതെ അതെ. ആ മിസ്റ്ററി കൊണ്ടുവന്നതും അതിൻ്റെ ഒരു രസമുണ്ടായിരുന്നു. ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള മിസ്റ്ററി രസമുണ്ടായിരുന്നു. എന്തായാലും രസമില്ല. പുണ്യാള എങ്ങനെയുണ്ട് പടം? പടം അടിപൊളിയായിട്ട് നല്ല എൻ്റർടൈനിങ് ആണ്. എല്ലാവരും കാണേണ്ട പടമാണ്. വ്യത്യസ്തമായിട്ടുള്ളൊരു ജോണറാണ്. അർജുനാകാശം അടിപൊളിയാണ്. നല്ല ടെസ്റ്റ് ഉണ്ട് പടം. മ്യൂസിക് അടിപൊളി. ഒന്നിനു പുറകെ ഒന്നിനുള്ള ടെസ്റ്റ് അല്ലേ? ആ ടെസ്റ്റ് ഉണ്ട്. കോഴിക്കോട് ഏകദേശം സിമിലാരിറ്റി ഉണ്ട് അല്ലേ? ഏകദേശം ഞാനത് പടം കണ്ടപ്പോൾ ആലോചിക്കുകയും ചെയ്തു. കണ്ണാടിയും ഈ കണ്ണാടി ഇവിടെ നിന്ന് ഒപ്പിച്ച്, മറ്റേത് ചിലപ്പം എവിടെന്നെങ്കിലും കിട്ടും. കണ്ണാടി ഇവിടെ നിന്ന് ഒപ്പിച്ച് ഉള്ളതുകൊണ്ട് പറയണതല്ല, ഞാൻ ചെയ്യുന്നത് കൊണ്ട് പറഞ്ഞതല്ല. നല്ല മൂവിയാണ്, നല്ല ക്ലൈമാക്സ് ആണ്. പിന്നെ കോംബോ തന്നെ അർജുനും ബാലുവും മനുഷ്യരും ഒക്കെ ഉള്ള കോംബോയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സിനിമ നെക്സ്റ്റ് പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഒക്കെ ആയി വരുന്നേ ഉള്ളൂ, അതുകൊണ്ടാണ് പറയാത്തേ. ഒരു മുഴുനീള സിനിമയിൽ പ്രതീക്ഷിക്കാവോ? അതൊക്കെ പ്രേക്ഷകരുടെയും കൂടെ ഒരു സപ്പോർട്ടും ഒക്കെ ഉണ്ടെങ്കിൽ പ്രതീക്ഷിക്കാമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഒരു കൂട്ടുകാരനാണല്ലോ ഇതിനകത്ത് ഫസ്റ്റ് എൻട്രി വരുന്നത്. ഇത് തന്നെയല്ലേ? സ്റ്റാർട്ടിങ് തന്നെ ഉഷാറായില്ല. ഏതാ സ്റ്റാർട്ടിങ് നല്ല ഐശ്വര്യത്തോടെ സിനിമയാണ്. നല്ല ആക്ടറാണ്. വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറാണ്. എല്ലാവരും നല്ലത്. മനുഷ്യരായാലും അർജുനായാലും ബാലുവായാലും എല്ലാവരും മാറ്റി ചേർന്നു. എല്ലാവരും നല്ല അഭിപ്രായം. എന്താ കൂടുതലായിട്ട് നമുക്ക് പ്രത്യേകം എടുത്തു പറയാനുള്ള മറ്റു സിനിമയിൽ കൂടുതലായിട്ട് പറയാനുള്ളതൊരു എന്താ പറയുക, പുണ്യാളെന്നൊക്കെ കേൾക്കുമ്പോൾ ഇതൊരു അങ്ങനത്തെ ജോണുള്ള പടമല്ല. അതൊരു ത്രില്ലർ, ഒരു എന്താ പറയുക, ഒരു ക്ലൈമാക്സിൽ ഒരു ഡിഫറൻസ് ആണ്. ഒരു ഫാൻറ്റസി എലിമെൻ്റ് ഉണ്ട്. ഒരു പുരാതനമായിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എല്ലാവരും എന്താ പറയുക, ഇതുവരെ ഇറങ്ങി പറഞ്ഞൊരു സീസണിൽ ഇറങ്ങിയ പടങ്ങൾ വ്യത്യസ്തമായിട്ട് പടമാണ്. എല്ലാവരും കണ്ടേ പറയാൻ പറയാം. ഫൈറ്റൊക്കെ അതെ, ഞാൻ ഫൈറ്റ് നമുക്ക് അധികം ഫൈറ്റില്ല. ഞാൻ ആദ്യമായിട്ട് സിംഗിളായിട്ട് ചെയ്യുന്ന ഫൈറ്റ് ഇതാണ്. ചെറിയ പരിപാടിയാണ്. മാറ്റി ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഈ അർജുന അശോകനെ കണ്ടിരിക്കാൻ ഒരു രസമുണ്ട് അല്ലേ? അതെ അതെ.